अनेकवक्त्रनयनम् अनेकाद्भुत दर्शनम् अनेक दिव्याभरणम् दिव्यानेकोद्यतायुधम् दिव्यमाल्याम्बरधरम् दिव्यगन्धानुलेपनम् सर्वाश्चर्यमयम् देवम् अनन्तम् വിശ്വതോമുഖം. ആ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ ആ രൂപം അനേകം ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരുന്നു. അത്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം. ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദുത്ഥിതാ യദി ഭാഗ സദൃശീ സാ സ്യാത് ഭാസഃ തസ്യ മഹാത്മനഃ. ആയിരമായിരം സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിന്റെ പ്രഭാപൂരം. തത്രൈകസ്ഥം ജഗത് കൃഷ്ണം പ്രവിഭക്തം അനേകധാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവഃ തദാ. വിശ്വാത്മകമായ ആ ഭഗവത് രൂപത്തിൽ അപരിമേയമായ പ്രപഞ്ചത്തിന്റെ നാനാവിഭാഗങ്ങളും ഒരേ സമയം അർജുനന് കാണാൻ സാധിച്ചു. തതഃ സവിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിഃ അഭാഷത. പിന്നെ അർജുനൻ പരിഭ്രാന്തനായി വിസ്മയാധീനനായി രോമാഞ്ചം പൂണ്ട് കൃഷ്ണന്റെ മുൻപിൽ ശിരസ് കുനിച്ച് തൊഴുതുകൊണ്ടിങ്ങനെ പറഞ്ഞു. അർജുന ഉവാച പശ്യാമി ദേവാൻ തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. മാത്രമല്ല താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു. അനേക ബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അല്ലയോ ജഗന്നാഥ, വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായ്കളും കണ്ണുകളും ഉരുത്തിരിഞ്ഞു വരുന്നു. അവയ്ക്ക് അവസാനമില്ല. ആദിയോ മധ്യമോ അന്തമോ കാണുന്നില്ല. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം
സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിം അപ്രമേയം. ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹ്ന സൂര്യന്റെയും പ്രകാശം പോലെ ചൂഴെ പരക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാജ്യോതിസ് കൊണ്ട് ദുർദൃശ്യമാണ് അങ്ങയുടെ ഈ രൂപം. എങ്കിലും അനേകവിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ധരിച്ച തേജോമയമായ ഈ രൂപം ഞാൻ എവിടെയും കാണുന്നു. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. ആദിമമായ പരമലക്ഷ്യം അങ്ങാണ്. ഈ ജഗത്തിന്റെ അന്തിമ വിശ്രമസ്ഥാനവും അങ്ങ് തന്നെ. അവ്യയനും പുരാതനും ശാശ്വതധർമ്മത്തിന്റെ സംരക്ഷകനുമായ ചിത് പുരുഷൻ അങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനാദിമധ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്തം സ്വതേജസാ വിശ്വമിദം തപന്തം. അവിടേക്ക് തുടക്കമോ മധ്യമോ അവസാനമോ ഒന്നുമില്ല. അമേയമാണ് അങ്ങയുടെ പ്രഭാവം. അനേകം കൈകളും സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളും അങ്ങേക്കുണ്ട്. വായിൽ നിന്ന് തീ പാളുന്നു. അങ്ങയുടെ തേജസ്സാൽ ലോകമെമ്പാടും ജ്വലിക്കുന്നതായും ഞാൻ കാണുന്നുണ്ട്. ദ്യാവാ പൃഥിവ്യോഃ ഇദമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപം ഉഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമിയാകാശങ്ങളും സർവദിങ്മുഖങ്ങളും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവോത്തമ, ആശ്ചര്യകരവും ഭയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. അമീഹി ത്വാം സുരസംഘാഃ വിശന്തി കേചിത് ഭീതാഃ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ദേവഗണങ്ങളെല്ലാം ശരണം പ്രാപിച്ച് അങ്ങയിൽ ഉൾപ്പോകുന്നു. അവരിൽ ചിലർ വല്ലാതെ ഭയപ്പെട്ട് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നു. മഹർഷിമാരും സിദ്ധരും ലോകത്തിനെല്ലാവിധ ശാന്തിയും ഭവിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് അങ്ങയെ വൈദിക സൂക്തങ്ങളാൽ സ്തുതിക്കുന്നു. രുദ്രാദിത്യാഃ വസവോ യേ ച സാധ്യാഃ വിശ്വേശ്വിനോ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാഃ വീക്ഷന്തെ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. പരമശിവന്റെ വിവിധാവിർഭാവങ്ങളും കൂടാതെ ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, വിശ്വദേവന്മാർ, അശ്വനീ ദേവതകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നീ വിവിധ രൂപധാരികളും ആശ്ചര്യത്തോടെ അങ്ങയെ നോക്കുന്നു. രൂപം മഹത്തേ ബഹുഭക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം
ദൃഷ്ട്വാ ലോകാഃ പ്രവ്യഥിതാഃ തഥാഹം. മഹാബാഹോ, എല്ലാ ഗ്രഹങ്ങളും അവയിൽ വാഴുന്നവരും ഭയാകുലരാണ്. അനേകം മുഖങ്ങളും കാലുകളും ഉദരങ്ങളും അസംഖ്യം ഭീകരദംഷ്ട്രങ്ങളുമുള്ള അങ്ങയുടെ ഈ വിശ്വരൂപം കണ്ടിട്ട് സർവലോക നിവാസികളും ഞാനും അസ്വസ്ഥരാകുന്നു. നഭസ്പൃശം ദീപ്തം അനേകവർണം വ്യാത്താനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണോ. അല്ലയോ സർവവ്യാപിയായ വിഷ്ണു, ആകാശം മുട്ടുന്ന അങ്ങയെ അനേക വികിരണ വർണ്ണജാലങ്ങളോടുകൂടിയും പിളർന്ന വായോടുകൂടിയും തിളങ്ങുന്ന വലിയ കണ്ണുകളോടുകൂടിയും കണ്ടിട്ട് എന്റെ മനസ്സ് ഭയം കൊണ്ട് അസ്വസ്ഥമാകുന്നു. എനിക്കെന്റെ സ്ഥൈര്യത്തെയോ മനസ്സിന്റെ സന്തുലനത്തെയോ നിലനിർത്തുവാൻ കഴിയുന്നില്ല. ദംഷ്ട്രാകരാലാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനെ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ലോകനാഥനായ ദേവദേവ, പ്രസാദിക്കണേ. പാളുന്ന കാലാഗ്നി ജ്വാലകളെ പോലിരിക്കുന്ന ദംഷ്ട്രാകരാളങ്ങളായ അങ്ങയുടെ മുഖങ്ങൾ കണ്ടിട്ട് എനിക്ക് സമനില തെറ്റുന്നു, ദിഗ്ഭ്രമം അനുഭവപ്പെടുന്നു. അമീ ച ത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ സർവേ സഹൈവാവനിപാലസംഘൈഃ ഭീഷ്മോ ദ്രോണഃ സൂതപുത്രഃ തഥാസൗ സഹാസ്മദീയൈരപി യോധമുഖ്യൈഃ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാലാനി ഭയാനകാനി കേചിദ്വിലഗ്നാ ദശനാന്തരേഷു സന്ദൃശ്യന്തെ ചൂർണിതൈഃ ഉത്തമാംഗൈഃ. ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരുമെല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വൈകളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. ആ ദംഷ്ട്രകൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസുകൾ ചതഞ്ഞരയുന്നു. യഥാ നദീനാം ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖാഃ ദ്രവന്തി തഥാ തവാമി നരലോകവീരാഃ വിശന്തി വക്ത്രാണി അഭിവിജ്വലന്തി. നദീപ്രവാഹങ്ങളെല്ലാം സമുദ്രത്തിലേക്ക് തന്നെ പാഞ്ഞൊഴുകുന്നതുപോലെ ജ്വലിച്ചുകൊണ്ട് ഈ യോദ്ധാക്കൾ അങ്ങയുടെ വായ്കളിലേക്ക് കടക്കുന്നു. യഥാ പ്രദീപ്തം ജ്വലനം പതംഗാഃ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. ഈയാംപാറ്റകൾ അതിവേഗത്തിൽ പറന്നുവന്ന് എങ്ങനെ കത്തിയെരിയുന്ന തീയിൽ വീഴുന്നുവോ അങ്ങനെ ഇവരെല്ലാം അങ്ങയുടെ വക്ത്രങ്ങളിൽ വീണ് നശിക്കുന്നു. ലേലിഹ്യസേ ഗ്രസമാനഃ സമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണോ. ഹേ വിഷ്ണു, ചുറ്റുപാടുമുള്ള ജനങ്ങളെ തീയാളുന്ന വായ്കളാൽ
അങ്ങ് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നു. അങ്ങയുടെ തേജസ്സുകൊണ്ട് പ്രപഞ്ചത്തെ ആവരണം ചെയ്തുകൊണ്ട് ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോടുകൂടി അവിടുന്ന് കാണപ്പെടുന്നു. ആഖ്യാഹി മേ കോ ഭവാൻ ഉഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം ദേവാധിദേവ, ഉഗ്രമൂർത്തേ, അങ്ങാരാണെന്ന് പറഞ്ഞു തരൂ. ഞാൻ പ്രണമിക്കുന്നു. എന്നിൽ കനിയേണമേ. ആദിപുരുഷനായ അങ്ങയെ എനിക്കറിയണം. അങ്ങയുടെ ദൗത്യമെന്തെന്ന് മനസ്സിലാകുന്നില്ല. ശ്രീ ഭഗവാൻ ഉവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാഃ പ്രത്യനീകേഷു യോധാഃ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെയെല്ലാം നശിപ്പിക്കുവാനാണ് ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ 2 കക്ഷിയിലും പെട്ട യോദ്ധാക്കളേവരും കൊല്ലപ്പെടും. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാഃ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിന്. അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ്സു നേടാൻ തയ്യാറാകൂ. ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ.